പന്തീരാങ്കാവ് പോലീസ് എടുത്ത ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന പരാതിക്കാരിയുടെ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയായ രാഹുലുമായി ബന്ധപ്പെട്ടാണ് പിന്നീടാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തതും അതിനെക്കുറിച്ച് പഠിച്ചതും. മാധ്യമങ്ങളിൽ വരുന്ന മുഴുവൻ വാർത്തകളും ആളുകൾ കേൾക്കുമ്പോൾ അതിൽ ഒരു വശം മാത്രമേ കേൾക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളും പഠിക്കുമ്പോഴേ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുള്ളൂ. ഞാൻ ഈ കാര്യത്തിൽ പഠിച്ച സ്ഥിതിക്ക് 2024 മെയ് മാസം 12-ാം തീയതി ആണ് ഈ പരാതിക്കാർക്ക് പരിക്ക് പറ്റി എന്ന് പറഞ്ഞ് ബേബി ഹോസ്പിറ്റൽ പുലർച്ചെ കാണിക്കുന്നത്. ബേബി ഹോസ്പിറ്റൽ പുലർച്ചെ സ്വന്തം ഭർത്താവുമാണ് കൊണ്ടുപോകുന്നത്. പരാതിക്കാരി ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന പക്വതയുള്ള അറിവുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഈ പരാതിക്കാരിക്ക് ആ ഹോസ്പിറ്റൽ ഡോക്ടറോട് എന്നെ ഭർത്താവ് അടിച്ചാന്ന് പറയാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിനുശേഷം ആ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നു പുലർച്ചെ വന്ന് ഉച്ച 12 മണി വരെ ആ പരാതിക്കാരി ഒരാളോട് പോലും, സുഹൃത്തുക്കളോടോ സ്വന്തം മാതാപിതാക്കളോടോ ആരോട് പോലും എന്നെ ഭർത്താവ് അടിച്ചെന്ന് ഒരു പരാതി ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല. അന്നേ ദിവസം പരാതിക്കാരിയുടെ വീട്ടിൽ നിന്ന് 10-30ഓളം പേർ അടുക്കള കാണാൻ വരുന്ന ചടങ്ങിന് ഭക്ഷണ കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ച രാഹുലിൻ്റെ വീട്ടുകാർ ആ സമയത്തുണ്ടായ എന്തോ ചില കുടുംബ പ്രശ്നങ്ങൾ കാരണം അവർ തെറ്റിപ്പിരിയുകയും അതിൻ്റെ ഭാഗമായി ആ കുട്ടിയെ കൊണ്ട്, പരാതിക്കാരിയെ കൊണ്ട് അവർ വീട്ടിൽ നിന്ന് പോവുകയുണ്ടായത്. പോകുന്ന സമയത്ത് അവളുടെ വസ്ത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളും എല്ലാം എടുത്താണ് പോയതെന്ന് ആ പരാതിക്കാരി പന്തീരാങ്കാവ് പോലീസിൽ കൊടുത്ത പരാതി കൊണ്ട് വ്യക്തമാണ്. ഒരു FIR രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരു FAS നിർബന്ധമാണ്. പരാതിക്കാരിയുടെ ആദ്യ പരാതിയിൽ ഭർത്താവ് അടിച്ചു എന്നാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പന്തീരാങ്കാവ് പോലീസ് ആ പരാതി കിട്ടിയപ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടണമെന്നും നിങ്ങൾക്ക് പരിക്കുണ്ടെങ്കിൽ അതിന് മെഡിക്കൽ റെക്കോർഡ് വേണമെന്നും നിങ്ങൾ ആദ്യം ആശുപത്രിയിൽ പോയി കാണിച്ചു വരൂ എന്ന് പറഞ്ഞാണ് അവർ ആദ്യം അത് നിർദ്ദേശിച്ചത്. അങ്ങനെ ആശുപത്രിയിൽ പോയി കാണിച്ച രേഖയും ഈ FAS പ്രകാരം ഒരു FIR പന്തീരാങ്കാവ് പോലീസ് സമയത്തിന് തന്നെ ചെയ്തിട്ടുണ്ട്. ആ പരാതിയിൽ ആ സമയത്ത് എന്നെ രാവിലെ ബേബി ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നുവെന്നും ആ സമയത്ത് എന്നെ ഇതാണ് സംഭവമെന്നും ആ പരാതിക്കാരി പറഞ്ഞിട്ടില്ല. പിന്നീട് ഫറൂഖ് താലൂക്ക് ഹോസ്പിറ്റലിൽ എടുത്ത പരാതി മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരമാണ് ഇത്തരത്തിലുള്ള കേസ് എടുത്തിട്ടുള്ളത്. പരാതിക്കാരി ആ സമയത്ത് പരാതി കൊടുക്കുന്ന സമയത്ത് എൻ്റെ സ്വർണ്ണാഭരണങ്ങളെല്ലാം എൻ്റെ കൈവശമുണ്ടെന്നും അങ്ങനെ ആരും എൻ്റെ സ്വർണ്ണാഭരണങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നും എല്ലാം എനിക്ക് കിട്ടിപ്പോയിച്ചിട്ടുണ്ടെന്നും എനിക്ക് ആകെ പരാതിയുള്ളത് ഭർത്താവിനെതിരെ രാഹുലിനെതിരെ മാത്രമാണെന്നാണ് അവരുടെ ബന്ധുക്കളുടെ പ്രേരണ കൊണ്ടാവാം. എന്നാൽ ആ പരാതിയിൽ ആദ്യ സമയത്ത് തന്നെ പരാതിയിൽ ഭർത്താവിൻ്റെ സഹോദരിയെയോ അമ്മയെയോ സുഹൃത്തിനെയോ ഒന്നും പ്രതി ചേർത്തിട്ടില്ല. അങ്ങനെ ഒരു പരാതി അവർക്കെതിരെ ഇല്ല. പിന്നീട് കാര്യങ്ങൾ വഷളായപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ TV ചാനലുകളിലൊക്കെ പോലീസിനെയും ആ പോലീസിനെ നിയന്ത്രിക്കുന്ന ആളുകൾക്കെതിരെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ പോലീസിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടും അമ്മയെയും സഹോദരിയെയും അതേപോലെ തന്നെ സുഹൃത്തായ രാജേഷിനൊക്കെ ഇതിൽ പ്രതി ചേർത്തിട്ടുള്ളത്. പ്രതിയായ രാഹുലിനെ വിദേശത്ത് പോകാൻ ഒരു പോലീസിൻ്റെയും സഹായം ആവശ്യമില്ല. കാരണം പാസ്പോർട്ടും വിസയും അതിന് സാമ്പത്തിക സംവിധാനമുള്ള രാഹുലിനെ സാധാരണ ഒരു പോലീസുകാരൻ സഹായിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു ഖേദകരമാണ്. അത്തരത്തിൽ പോലീസുകാരുടെ ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവേണ്ടതില്ല. ആദ്യഘട്ടത്തിൽ കുറ്റമറ്റ രീതിയിൽ പോലീസ് FIR ഇട്ടു, അതിന് നടപടി എടുപ്പോൾ അതിന് പിന്നീട് ആരുടെയോ സ്വാധീനത്തിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത ഞങ്ങൾക്ക് ദോഷമായി എന്നതിൻ്റെ പേരിലോ കാട്ടിക്കൂട്ടിയ കുറേ നാടകങ്ങളാണ് പിന്നീട് ഇതിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികളല്ലാത്തവരെ പ്രതികളാക്കി ചേർത്തിയും യാതൊരു പരാതിക്കാരുടെ പരാതിയില്ലാത്ത കുറേ ഇപ്പോൾ പരാതിക്കാരുടെ പുതിയ പരാതിയാണ് ഇപ്പോൾ കെട്ടിച്ചമച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പുതിയൊരു പരാതിയിൽ ആദ്യം പറഞ്ഞ പരാതിക്ക് വിരുദ്ധമായി പിന്നീട് ഒരു പരാതി തയ്യാറാക്കപ്പെടുകയാണെങ്കിൽ അത് മറ്റാരുടെയോ പ്രേരണയോ മറ്റാരുടെയോ കൂട്ടിച്ചേർക്കലോ 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആദ്യ പരാതിക്കുള്ള പ്രസക്തി പിന്നീട് എടുക്കുന്ന ഒരു പരാതിക്കും ഉണ്ടാവില്ല. ആദ്യ പരാതി വ്യക്തമായി ഇവരുടെ കുടുംബാംഗങ്ങളെല്ലാവരും ഉള്ള സമയത്താണ് ഈ പരാതിക്കാരി കൊടുത്തിട്ടുള്ളത്. ആ സമയത്ത് അവർക്ക് വ്യക്തമായ എല്ലാ കാര്യങ്ങളും പറയാനുള്ള പക്വതയും അറിവും വിവേകവും ഉണ്ട്. എന്നാൽ അതൊന്നും ചെയ്യാതെ പിന്നീട് ഒരു കാര്യങ്ങളൊക്കെ പോലീസ് കീഴ്മേൽ മറിഞ്ഞപ്പോൾ മുഖം രക്ഷിക്കാൻ വേണ്ടി പല രീതിയിലുമാണ് കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 2-3 പ്രതികളായ അമ്മക്കും സഹോദരിക്കും വേണ്ടി കോഴിക്കോട് ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ. പോലീസിൻ്റെ നിരന്തരം വീടിൻ്റെ മുൻവശത്തും മറ്റും നിന്ന് പോലീസ് നിരന്തരമായി അവരെ മാനസികമായി പീഡിപ്പിച്ച് രാഹുലിൻ്റെ മാതാവിന് സാരമായ അസുഖം ബാധിച്ചതാണ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അഡ്മിറ്റുള്ളത്. ആയതുകൊണ്ട് തന്നെ
അവർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ പോലീസ് ഡോക്ടറെ അടുത്ത് പോലും പോയിട്ട് അവരെ ഡിസ്ചാർജ് ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമ്മർദ്ദം ചെലുത്തി ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കി സമൂഹത്തിന് മുന്നേ കാണിക്കാൻ, ഞങ്ങൾ പ്രതിയെ കിട്ടിയില്ലെങ്കിലും അങ്ങാടി തോറ്റയിന് അമ്മയോട് എന്ന രീതിയിൽ പ്രതിയെ കിട്ടിയില്ലെങ്കിലും ഞങ്ങളിതാ അമ്മയെ സഹോദരിയെ വിളിച്ചു കൊണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ ഒരു ചിത്രമുണ്ടാക്കി സമൂഹത്തെ, ആളുകളെ, ജനങ്ങളെ ബോധിപ്പിക്കാൻ, ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു തീർത്തു എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ട് തെറ്റ് ചെയ്യാത്ത ആളുകളെ അല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്തവരെ പ്രതി ചേർത്ത് അവരെ കുറ്റവാളികളാക്കുന്ന രീതി ശരിയല്ല, അത് നീതിക്ക് നിരക്കാത്തതാണ്. എനിക്കതാണ് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതിൽ പിന്നീട് പ്രതിയുടെ സഹോദരിയുടെ കൈവശത്ത് നിന്ന് കാറിൻ്റെ താക്കോലും വീടിൻ്റെ താക്കോലും പോലീസ് സമ്മർദ്ദം ചെയ്ത് വാങ്ങിക്കൊണ്ടുകയും ആ കാറിൽ എന്തോ രക്തക്കറിയുണ്ട്, ആ കാറിൽ വീട്ടിലെന്തോ മറ്റുള്ള സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഭീകരമായ രീതിയിലേക്ക് കേസിനെ കൊണ്ടുപോവുകയും ഈ കാണുന്ന കേൾക്കുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. കേരള മാട്രിമോണിയിലൂടെയാണ് പ്രതി പരാതിക്കാരിയെ രാഹുൽ വിവാഹം കഴിച്ചിട്ടുള്ളത്. മെയ് 5 ഗുരുവായൂർ വെച്ചിട്ട് വളരെ ആചാരമായി ഇരു കുടുംബങ്ങളും കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു വിവാഹം നടന്നിട്ടുള്ളത്. ഈ വിവാഹത്തിന് വേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തത് രാഹുലാണെന്നുള്ളത് തെളിവ് എൻ്റെ അടുത്തുണ്ട്. അതിൻ്റെ എല്ലാ ബില്ലുകളും എല്ലാ രേഖകളും, അതായത് വസ്ത്രങ്ങൾ എടുത്തതായാലും ആഭരണങ്ങൾ എടുത്തതായാലും ഗിഫ്റ്റ് നൽകിയതായാലും എല്ലാം രാഹുൽ ചെയ്തതാണ്. ആയതുകൊണ്ട് തന്നെ രാഹുൽ ഈ പരാതിക്കാരിയുമായി വിവാഹം ചെയ്തതിന് ശേഷം ഇതേ സെയിം മാട്രിമോണിയിൽ പരാതിക്കാരിയെ വിവാഹം ചെയ്യാൻ സമീപിച്ച സന്ദീപ് എന്ന വ്യക്തിയുമായി വീണ്ടും തുടർ ബന്ധങ്ങൾ ഉണ്ടായി എന്നതാണ് രാഹുലിൻ്റെ ആകെയുള്ള ഒരു പരാതി. അത്തരത്തിൽ രാഹുലിന് ആ ഒരു പരാതി നിലനിൽക്കുന്ന സമയത്ത് കുടുംബജീവിതത്തിലെ സൗന്ദര്യ പിണക്കങ്ങൾ മാത്രമേ അതിനെ കാണാനാകൂ. ഒറ്റ കാഴ്ചപ്പാടാണ്. മറിച്ച് യഥാർത്ഥ കുറ്റം ചെയ്യാത്ത നിരപരാധികളായ ആളുകളെ ഈ കേസിലേക്ക് പെടുത്തി അവരെ സമൂഹ മധ്യത്തിൽ മോശക്കാരാക്കുകയാണ് ഇത്തരത്തിൽ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.